നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല ഈ തലച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു 5:30 ആയിക്കോട്ടെ എൻ്റെ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലോട്ട് ഇറങ്ങിയപ്പോഴേ അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ്. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ. സ്കൂളില്ലല്ലോ 2 പേർക്കും, പിന്നെ മദ്രസ ഉണ്ട് 2 പേർക്കും 2 ടൈമിലാണ്. പിന്നെ ഷിബിലിമാർക്കാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഉണ്ട് കേട്ടോ. ട്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡൊന്നും കൊണ്ടുപോകണമല്ല. അപ്പോൾ പിന്നെ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് കുറച്ച് ലേറ്റായിട്ട് ആണ് കേട്ടോ അടുക്കളയിലോട്ട് ഇറങ്ങി. അങ്ങനത്തെ കടിയിൽ നിന്ന് നമ്മുടെ മലപ്പുറം കാട് സ്വന്തം ദോശ എന്നറിയപ്പെടുന്ന ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് മിഞ്ഞാന്ന് ശനിയാഴ്ച ആയിരുന്നില്ലേ, മിഞ്ഞാന്ന് ഷിബിലിമാർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞായറാഴ്ചയ്ക്ക് വെച്ചിരുന്നത്. അപ്പോൾ ശനി ലീവ് കൊടുത്തു, ഞായറാഴ്ച പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ വന്നത്. പിന്നെ ഇക്കാക്ക് പണിയുണ്ട് കേട്ടോ. ഇക്കാക്ക് പിന്നെ 6:30 ആകുമ്പോഴേക്ക് പോകണം. എന്തായാലും 5:30 എത്തിക്കഴിഞ്ഞാലും കടിയാവും. ആദ്യം തന്നെ കടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഫുൾ ഉണ്ടാക്കി കഴിയണമെന്നില്ലല്ലോ. ആദ്യം ഉണ്ടാക്കിയെന്ന് ഇക്കാക്ക് കൊടുത്താൽ പോരെ. ഇക്കാക്ക് പിന്നെ കറി വേണമെന്നില്ല കേട്ടോ. ദോശ വേണമെന്നുണ്ടെങ്കിൽ ചൂടോടെ ആയിക്കഴിഞ്ഞാൽ രസമല്ലേ, ചൂടോടെ ദോശ തിന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് 2 പൊട്ടാറ്റോയും ഒരു തക്കാളി 2 ഉള്ളി ഇട്ടുകൊണ്ട് ഒരു തേങ്ങ അരച്ചിട്ട് കറി വെക്കാതെ വിചാരിച്ചു. അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു ഏലക്കായും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു കറി കൊണ്ട് വെക്കാൻ വിചാരിച്ചു. അത് വിസിലടിക്കാൻ വെച്ചപ്പോഴേക്കത് ഷിബിലിമോൻക്ക് പോകാൻ ടൈമായിട്ടോ. അപ്പോൾ അവന് സലാം പറഞ്ഞുകൊണ്ട് പോവാട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവനക്ക് 6:30ക്കും ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് കേട്ടോ. നമ്മൾ അടുത്ത വീട്ടിലെ താത്ത അലക്കട സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഞാൻ വോയിസ് ഉണ്ടായിരുന്നു, താത്ത അവിടെ അലക്കണ്ട. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ വെള്ളം അടുപ്പത്തോട്ട് തന്നെ വെച്ചു. ഇവിടെ വോയിസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സൗണ്ട് കേൾക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അംഗനവാടി നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അതുപോലെ തന്നെ പള്ളി അടുത്താണ് കേട്ടോ. പള്ളിയിൽ ദർസ് കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൗണ്ട്, അതുപോലെ തന്നെ അവർ കുളിക്കാൻ അലക്കാനൊക്കെ വരുമ്പോൾ അവിടുത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അരി ഇട്ടു കേട്ടോ. പിന്നെ അത് ഫിനിമോള് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോഴേക്കും അത് 7:30 ആയിട്ടുണ്ട്. അവളെ വിളിച്ചുണർത്താൻ വേണ്ടി വന്നാട്ടാ. ഇപ്പോൾ പിന്നെ മഴയല്ല, നല്ല തണുപ്പല്ലേ കേട്ടോ. ഇന്ന് ഷിബിലിമോൻ്റെ അടുത്താട്ടോ കിടന്നിട്ടുള്ളത്. അങ്ങനെ അവളെ വിളിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരണ്ടി കേട്ടോ കറിയൊക്കെ. പിന്നെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ടും അവൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോഴത്തെ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ എണീറ്റ പാടെ ഷിബിലിമോനെ കാണാനായിട്ട് ചോദിക്കട്ടോ, കാക്ക അവിടെ ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർ മദ്രസയ്ക്ക് പോയി കേട്ടോ. അപ്പോൾ 2 പേർക്കും ഒരേ ടൈമിലാണ് മദ്രസ എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ കേട്ടോ ഫോണിൽ വന്നത് 2 പേർക്കും വ്യത്യസ്ത ടൈമിലാണ് മദ്രസ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അവളോട് പറയുന്നു കേട്ടോ, എനിക്ക് പിന്നെ സമയം വന്നിട്ടുള്ളത് 8 മണിക്കാണെന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനത്തെ മുടി അപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് അവളുടെ ബ്രഷ് ചെയ്യാനും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ തേങ്ങ ചിരണ്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യത്തിന് വെള്ളം, പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകവും അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ടെടുത്തു. എന്നിട്ട് നല്ലോണം തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കത് പിന്നെ പൊട്ടാറ്റോ നല്ല വെന്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അത് അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒന്ന് മിക്സി ഒന്നും കൂടി ചുഴറ്റിയിട്ട് അതൊന്ന് വീണ്ടും ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ 2 തണ്ട് ചപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ കറി ഉഷാറായിട്ടോ. അപ്പോൾ തേങ്ങ അരച്ച കറിയാകുമ്പോൾ ഇവിടെ ഫിനിമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഫിനിമോളുടെ ബ്രഷയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പർദ്ദ ഇടാൻ കേട്ടോ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പർദ്ദ ഇടുമ്പോഴേ അടുത്ത വീട്ടിലത്തെ വണ്ടി ചാട്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് വേണം അമ്മച്ചി ഇത് പറയുന്നു കേട്ടോ. അങ്ങനത്തെ മാറ്റിലൊക്കെ കഴിഞ്ഞ് അവൾ ഓടിപ്പോയിട്ട് വണ്ടി കയറി. അതിനുശേഷം ഞാൻ ഏതായാലും റൂമിൽ വന്നിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മഴയല്ലേ അപ്പോൾ മെഷീനിലിട്ട് ഉണക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ കിടക്കുന്ന ടൈമിൽ ഞാൻ കട്ടമ്മൽ അവിടെ ഒന്ന് വിരിച്ച് വെച്ചതായി. ഫാനിൻ്റെ കാറ്റും കൊണ്ട് ഉണങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചു. ഇതുവരെ വെയിലുകൊണ്ട് വെയിലെന്ന് പറയായിരുന്നു അല്ലേ, പുറത്തിറങ്ങാൻ വയ്യ ചൂട് എന്നൊക്കെ പറയായിരുന്നില്ലേ. ഇപ്പോൾ പിന്നെ മഴ ആയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ ശരിക്കും ഉണങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എന്നാലും മഴ പെയ്യട്ടെ, എന്നാലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലേ. വെള്ളമാണ് എന്നാലേ എന്തും നടക്കുള്ളൂ അല്ലേ. അതായത് ഡ്രസ്സ് എടുത്തൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ റെഡിയാക്കിയിട്ടാണ്. പിന്നെ പുതപ്പുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിനുശേഷം അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. പിന്നെ കറി ഇന്ന് സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള കഷ്ണം കൊണ്ട് തട്ടിക്കൂട്ട് സാമ്പാറായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇട്ടുകൊണ്ട് പിന്നെ അതൊന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ്. അതിനുശേഷം പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ആ സ്പോട്ടിൽ തന്നെ ഒന്ന് കഴുകി വെക്കുകയാണേ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വന്നപ്പോഴേക്കും അത് കുടിക്കാനുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ തണുപ്പല്ലേ, അപ്പോൾ ഷിബിലിമാർക്ക് ചായ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായം വെച്ചു, അതും തിളച്ച്. കറികളുള്ള മുരിങ്ങക്കായ വേറെ വേവിക്കാൻ വെച്ചു കേട്ടോ. കുക്കറിൽ ഇട്ടിട്ടുണ്ടെന്നില്ല ഉടഞ്ഞു പോകില്ല. അപ്പോൾ അത് വേറെ വെച്ചതാണ് കേട്ടോ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി മുറ്റൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. മുറ്റത്ത് കൂടുതൽ പച്ചക്കറികളൊന്നുമില്ല, എന്നാലും ഉള്ളതൊന്നും അടിച്ചു വരും. അപ്പോഴേക്കും നമ്മൾ ഷിബിലിമോൻ തന്നെ മദ്രസയിൽ നിന്ന് വന്നു കേട്ടോ. സ്പീഡിൽ വരികയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ട്യൂഷന് പോകാനുള്ളതല്ലേ. വരിക, കുളിക്കുക, ചായ കുടിക്കുക, ഓടുക, അതാണ് കേട്ടോ
അപ്പോഴത്തെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനത്തെ അടിച്ചു വാരി വന്നപ്പോഴേക്കും അത് മുരിങ്ങാക്കായ നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ അതൊന്ന് മാറ്റി വെച്ചു. ഈസി കുക്കുമ്പ കറിയും വെച്ചു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഈസി കുക്കുമ്പ കേട്ടോ ഞാൻ പെട്ടെന്ന് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസി കുക്കുമ്പ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവട്ടെ. പിന്നെ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധ നല്ലോണം വേണം കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കൂട്ടെ ഈസി കുക്കുമ്പ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കൂടുതൽ കറണ്ട് ബില്ല് വരുന്നില്ലേ എന്ന് ചോദിക്കൂട്ടെ. അപ്പോൾ ഞാൻ പറയും കൂടുതലൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മാസത്തിനല്ലേ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് കറണ്ട് ബില്ലൊന്നും വരാറില്ല കേട്ടോ. പിന്നെ അത് സാമ്പാർ റെഡി ആയിട്ടോ. അതൊന്നും വറവിട്ടെടുത്തു. പിന്നെ അത് ഇന്നൊരു കാര്യപ്പെട്ടൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾക്ക് പള്ളിക്ക് അറിവിന് പോയിരുന്നില്ല. അപ്പോൾ പോത്തിൻ്റെ തലച്ചോറ് കൊണ്ടുവന്നിട്ടാ. ഇത് എനിക്ക് കാണാനും വയ്യ ഉണ്ടാക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇക്കാനോട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാൻ പറയും കേട്ടോ. അപ്പോൾ ഇക്ക പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ ടൈം ഉണ്ടാവില്ല. പിന്നെ ഒരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മൗലൂദ് ഉണ്ടാവും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു തരാം, ഞാൻ തന്നെ ഉണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാനപ്പോൾ യൂട്യൂബിൽ പെട്ടെന്ന് നോക്കിയിട്ടാ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാനൊന്നും പണിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ തലച്ചോറ് എടുത്തിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഓടി ഇട്ടുകൊണ്ട് ഒന്നുകൊണ്ട് വിസിലടിപ്പിച്ചു കേട്ടോ. ഒറ്റ വിസിലിട്ടാ, വേവൊന്നുമില്ല കേട്ടോ ഇതിന്. പിന്നെ അതേ ഒരു പാനിൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ഉള്ളിയും പിന്നെ വേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടോ. അതിന് ശേഷം 2 കോഴിമുട്ട അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ വേവിച്ചെടുത്ത് തലച്ചോറുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും പറ്റിയില്ല കേട്ടോ. ഇക്കലട്ടോ പിന്നെ കഴിച്ചത്. എന്താണ് സർപ്രൈസ്? നോക്കട്ടെ. വൗ, കൺഗ്രാറ്റുലേഷൻ. അപ്പോഴേക്കതേ ഫിനിമോളും മദ്രസ ഇട്ട് വന്നിട്ടാ. ഇന്നൊരു സർപ്രൈസ് ഉണ്ട് മെച്ചി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്രസയിൽ സാഹിത്യോത്സവം നടന്നിരുന്നു. അപ്പോൾ അവളും ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു കേട്ടോ. നീ നല്ല പഠിക്കണം കേട്ടാ. പഠിക്കുമ്പോ ഇനി കൂടുതൽ സമ്മാനങ്ങൾ കിട്ടും കേട്ടാ. ചായ കുടിച്ച്. അപ്പോൾ അങ്ങനെ കിട്ടിയ ട്രോഫികളാണ് കേട്ടോ. ആ ട്രോഫി കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവൾ പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലുള്ള താത്താക്കും അവിടെയുള്ള മോൾക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും കേട്ടോ. എന്നാലേട്ടോ അവൾക്കൊരു സമാധാനമുള്ളൂ. അപ്പോഴേക്കും അതെ 11:45 ഷിബിലി മോന് ട്യൂഷന് കഴിഞ്ഞ് വന്നു. എൻ്റെ തുടക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞു. അവനത് ഇറങ്ങിയിട്ടാ കളിക്കാൻ കൂട്ടുകാർ കാത്തു നിൽക്കായിരുന്നു. പിന്നെ മൂത്തച്ഛൻ്റെ കുട്ടി വന്നിട്ടാ. അപ്പോൾ 2 പേരും കൂടി കഞ്ഞി കുടിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.